വൈകുന്നേരം മക്കൾക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചു കേട്ടോ. അപ്പോൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി വന്നു. അപ്പോൾ ഞാൻ ഇതേ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ട് അത് ആദ്യം ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം തവയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കായി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചീസിൻ്റെ ക്യൂബ്സ് ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ പിസ്സയുടെ കാര്യങ്ങൾ ബേസൊക്കെ റെഡിയായി വന്നു കേട്ടോ. അതിനകത്തോട്ട് പിസ്സ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ട്, തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തവയിലോട്ട് വെച്ചിട്ട് മൂടി വെച്ച് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പിസ്സ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാമെന്നാണ്. അപ്പോൾ മക്കൾക്ക് പിസ്സ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ചൂടോടെ കഴിക്കാനായിട്ട് അവർ രണ്ടുപേരും അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇളയ മോനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അവന് കഴിച്ചിട്ട് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മൂത്ത മോനും ഇഷ്ടമായി. അപ്പോൾ ഞാനും കൂടെ ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് പിസ്സ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ.